ചില മാലകളൊക്കെ കാണുമ്പോഴല്ല ഇത് ഏതെങ്കിലും കാട്ടുജാതിയൊക്കെ ഇട്ടോളും അങ്ങനെ പറയും. ഞാനൊരു SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. എനിക്കത് പലപ്പോഴും ഞാൻ ഇവരോട് എനിക്കത് എൻ്റെ ഓബയോസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അതുപോലെ എൻ്റെ ഞങ്ങളെ കാറ് കയറ്റുകൊണ്ട് നീ മുക്കൂത്തിയാണോ, അവൻ മുക്കുവനാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞു. ഏത് ഹിന്ദു? എന്തോ ഒരു വാക്ക് പറഞ്ഞു, വാണാനോ, എനിക്കത് മനസ്സിലായി. സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന പോലീസുകാരെ ഒന്ന് എണീക്കും, പിന്നെയും വരും, പിന്നെയും ചായ കുടിക്കും, ഫോൺ വിളിക്കും. പലപ്പോഴും അയാൾ ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു. എന്റെ അമ്മയെ നാട്ടിച്ച് ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറയുന്നത് ദിയയുടെ ഏറ്റവും അടുത്ത സഹോദരി സുഹൃത്തുക്കൾ അവരായിരുന്നു നിങ്ങൾ. എല്ലാത്തിനും ദിയക്കൊപ്പം നിങ്ങളെ കൂട്ടുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാണിച്ചിട്ടില്ല, ഇത് ഒരിക്കലും അല്ല. ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. നിന്റെ ചേട്ടൻ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷൊക്കെ അയച്ചു തരുന്നത്? എൻ്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്ത്ലി ചിലപ്പോൾ 1 lakh അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. ചേട്ടൻ എപ്പോഴും ബിസിയല്ലേ? അറിയപ്പെട്ടില്ലേ? ഹൈക്കോടതിയിൽ ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്. നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും ഇയാളെ പോലെയുള്ള ആൾക്കാർക്കൊന്നും കൊണമുള്ള വക്കീലന്മാരൊന്നും കിട്ടൂല. ഇതെന്തായാലും ഒരു നല്ല തുറക്കായിരിക്കട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പം അത് ചെയ്യണ്ട, മൺഡേ നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം, അതുകൊണ്ട് നമ്മളത് വെയിറ്റ് ചെയ്യും. മതി, ഇത് ധാരാളം മതി. അപ്പൊ നമ്മൾ കേസ് ജയിക്കുമല്ലേ? ഇനി ഈ കേസ് ജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ജയിക്കാനായാലും തോൽക്കാനായാലും ഇത് മതി, എന്തെങ്കിലും മതിയല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.